ഹലോ, വെൽക്കം ടു ദ മൂവ് അങ്കു. അങ്കുവിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ കേട്ടോ. കുറേ ദിവസം ട്രാവലിംഗ് വീഡിയോ ഒക്കെ ഇട്ടതിന് ശേഷം ഞാൻ ഇന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നതാണ്. വേറൊന്നുമില്ല, ഈസി ആയിട്ട് എങ്ങനെ ചിക്കൻ കറി ഞാൻ എൻ്റെ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതാണ് വീഡിയോയിലൂടെ കാണിച്ചിരിക്കുന്നത്. എല്ലാവരും വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക, അതേപോലെ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അതേപോലെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. ഹൈപ്പ് അടിക്കാൻ പറ്റുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഹൈപ്പ് അടിച്ച് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറിക്ക് ആവശ്യമായ സാധനങ്ങൾ 3 സവോള, 1 കഷ്ണം ഇഞ്ചി, ഒരു 4-5 വെളുത്തുള്ളി, അതുപോലെ 4-5 പച്ചമുളക്, ഒരു വലിയ തക്കാളി. ആദ്യം ഇതെല്ലാം കഴുകി വൃത്തിയാക്കി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതയ്ക്കുക, ഉള്ളി സ്ലൈസായിട്ട് അരിയുക, അതേപോലെ തന്നെ തക്കാളിയും സ്ലൈസായിട്ട് അരിയുക. ഇത് 1 കിലോ ചിക്കനാണ് കേട്ടോ. ഞാൻ ഇത് അതേ സൈസ് പീസ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കിയത്. അത് കട്ട് ചെയ്ത് വെച്ചതാണ്. അതിൽ ബ്രസ്റ്റ് പീസ് മാത്രം ഞാൻ അതുപോലെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് മാത്രം 2 പീസായിട്ട് അതേ സൈസിൽ മുന്നേ ഉള്ള പീസുകളെ പോലെ തന്നെ ഞാൻ കട്ട് ചെയ്ത്, ബാക്കിയുള്ള അതേപോലെ തന്നെ നല്ലപോലെ വിനീഗറിലൊക്കെ ഇട്ട് വാഷ് ചെയ്ത് വെച്ചതാണ്. നമുക്കിനി അത് മാരിനേറ്റ് ചെയ്യാൻ ഞാൻ വേറൊന്നും ചേർത്തില്ല. എന്താ പറയുക, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി കേട്ടോ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ നാരങ്ങ നീര് കൂടെ പിഴിഞ്ഞ് ഇതെല്ലാം ഫസ്റ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചു ചിക്കനിൽ മസാല പിടിക്കാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, മസാല എന്ന് പറഞ്ഞ ഉദ്ദേശിച്ച് ഇതുകൊണ്ടാണ്. പിന്നെ എന്താ അത് മിക്സ് ചെയ്യുന്നു ബാക്കിയുള്ള ഒന്നും കാണിക്കാത്ത വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ സ്റ്റാൻഡൊന്നും ഇല്ലാതെ വീഡിയോ എടുത്ത് നോക്കിയതാട്ടോ ആദ്യമായിട്ട്. ഞാൻ എങ്ങനെ ഇരിക്കുന്നു എനിക്കറിയില്ല. അപ്പോൾ ചില പോർഷൻസ് എനിക്ക് ഒറ്റ കൈ കൊണ്ട് പിടിച്ച് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. എല്ലാവരും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ. ചതയ്ക്കാനുള്ളത് ജാറിലാക്കി വെച്ചിട്ടുണ്ട്, മറ്റേത് ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തക്കാളിയും ഈ സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ ആയിട്ടുള്ള സ്പൈസസ്, കടുക് പൊട്ടിക്കുമ്പോൾ ഇടുന്ന പോലെ എണ്ണ ഒഴിച്ചിട്ട് ഇടാനായിട്ടുള്ളതാണ്. നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് അതിനുശേഷം ചൂടായതിന് ശേഷം ഓയിലൊഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ നമ്മളെടുത്ത് വെച്ച ആ സ്പൈസുകളൊക്കെ പൊട്ടിക്കുക. വേറൊന്നുമില്ല, ഏലക്കയും 2-3 ഗ്രാമ്പു, 2 കുഞ്ഞു പീസ് പട്ട, കുറച്ച് പെരിഞ്ചീരകം. അത് മിക്സ് ചെയ്ത് പൊട്ടാനായിട്ട് അനുവദിക്കുക. അതൊന്ന് സോട്ടായി കഴിയുമ്പോൾ പിന്നെ നമ്മൾ അടുത്തടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ ഉള്ളിയാണ് ആഡ് ചെയ്യേണ്ടത്. ഉള്ളി ആഡ് ചെയ്ത് ഇനി അതും നല്ലപോലെ വഴറ്റുക. ഇനി നല്ലോണം കളറ് മാറുന്ന വരെ വഴറ്റണം കേട്ടോ. വഴറ്റാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതൊന്ന് കളറ് മാറിക്കഴിയുമ്പോൾ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതും കൂടെ ആഡ് ചെയ്തു. ഇനി നല്ലോണം അതിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റണം.
ഇതിൻ്റെ ഒരുവിധം കളറ് മാറി വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുക. ബാക്കി ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ പൊടികളാണ്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഓരോന്നും എടുത്ത് ഇടാൻ പറ്റില്ല, അത് കാരണം ഞാൻ പൊടികൾ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഇതാണ് കേട്ടോ ആഡ് ചെയ്തത്. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മറ്റേത് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഗരം മസാല 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ഞാൻ ഈ ഒരു കയ്യിൽ ഫോണും വെച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പൊടികളെല്ലാം ഇട്ടതിന് ശേഷം പിന്നെ വീഡിയോ അങ്ങനെ എടുത്തത്. നല്ലോണം പൊടികൾ സോട്ട് ചെയ്യുക. പൊടികൾ ഒരുവിധം സോട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ അരിഞ്ഞ വെച്ച തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളി നല്ലപോലെ അതിൽ സ്മാഷ് ആവണം. നല്ലപോലെ വഴറ്റി കഴിയണ സമയത്ത് ഞാൻ കറിവേപ്പില അതിൻ്റെ ഇടയ്ക്ക് ഇടാൻ വിട്ടുപോയി. കറിവേപ്പിലയും കൂടെ പിന്നീട് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം ഞാൻ പിന്നീട് ആഡ് ചെയ്തത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചില്ലേ നേരത്തെ, ആ ചിക്കൻ അതിലോട്ട് ആഡ് ചെയ്ത് അതും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ വേറൊന്നും ചേർത്തിട്ടില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, നാരങ്ങ നീര്. ഞാൻ ഇത് ഓരോന്നും ഇങ്ങനെ ഇടുന്നത് ഞാൻ മുന്നേ പറഞ്ഞല്ലോ. ഒരു കയ്യിൽ ഫോണായ കാരണം ഓരോന്ന് നിർത്തിയിട്ടാണ് വീഡിയോ എടുത്ത്. പിന്നെ ഞാൻ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ വീണ്ടും എടുത്തതാണ് ഇത്. ചിക്കൻ ഇട്ടതിന് ശേഷം വീണ്ടും മിക്സ് ചെയ്യുക. പിന്നെ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കണം. നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം എനിക്ക് ഒരു ഡൗട്ടായിരുന്നു. വലിയ പീസല്ല. സാധാരണ നമ്മൾ കറിക്ക് എന്ന് പറയുമ്പോൾ വീണ്ടും കട്ട് ചെയ്യുമല്ലോ. ഞാനാണെങ്കിൽ കട്ട് ചെയ്യാതെ അങ്ങനെ തന്നെ ഇട്ടുപോയി. അപ്പോൾ എനിക്ക് വേവോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ടായിരുന്നു. ചിക്കനിന് വെള്ളം വരും, എന്നാലും അടിയിലേക്ക് പിടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഗ്രേവി ഞാൻ കറിയായിട്ടാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിനും ആവശ്യമുള്ള ഗ്രേവിക്ക് വേണ്ട വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കുക. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 20 മിനിറ്റ്സ് ഞാൻ വേവിക്കാൻ വെച്ചത്. ഗ്രേവി ഒന്ന് കുറുകി കിട്ടണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നോക്കിയതാട്ടോ, അടിക്ക് പിടിക്കണ്ടെന്ന് വിചാരിച്ച്. എന്നിട്ട് ഞാൻ വീണ്ടും അടച്ചു വെച്ചു. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് തിളയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ മല്ലിയില കട്ട് ചെയ്തിട്ട് വാങ്ങി വയ്ക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഞാൻ പറയല്ല. 2-3 പ്രാവശ്യം ഉണ്ടാക്കി നോക്കി വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ഹൈപ്പ് അടിക്കാൻ പറ്റുന്നവർ ഹൈപ്പ് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. ഞാൻ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക് യു സോ മച്ച്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം. നല്ല കറിയാണ്. എല്ലാവർക്കും എൻ്റെ ഈ ചിക്കൻ കറി ഇഷ്ടപ്പെടും. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പോൾ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.